Saturday, sharp 10 a.m. Damn punctual bastard. Good morning. Good morning. I am Devarajan. Can I meet your MD, please? ക്രെയിൻ ലോറിയിൽ വന്ന ആളാണോ? അതെ. Good morning. വരൂ, MD വെയിറ്റ് ചെയ്യണം. Welcome. I am Williams. Good morning to you, Mr. No. ആ പേര് ഞാൻ വിളിക്കില്ല. I know. It's a nickname. See, ഇനി അങ്ങോട്ട് we are friends. So, ഒരു വട്ടപ്പേര് വേണ്ട. By the way, what's your real name? ശരിയായ പേര് അത് തന്നെ. Hey, I don't believe. അത് തന്നെയാണ് സർ. ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. Central Jail. Sit down, please. I'm sorry, sir. I appreciate your punctuality. സമയത്തിന്റെ വില അറിയാവുന്നയാൾ, ആയുസ് കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്നയാൾ. I am a little nervous. സത്യം പറയാമല്ലോ, this is the first time in my whole life I am talking to a hired killer. വാടക കൊലയാളി. പണം, I will not bargain. But ആള് വിശ്വസ്തനായിരിക്കും. അത് മാത്രമേ ഞാൻ അവനോട് ആവശ്യപ്പെട്ടുള്ളൂ. He chose the right man. Dracula, the prince of darkness. അന്ധകാരത്തിന്റെ രാജകുമാരൻ. എനിക്ക് തന്റെ ഈ അറ്റയർ ഇഷ്ടപ്പെട്ടുള്ളൂ. Can I fix a drink? എനിക്കും വേണം ഒരു വിറ്റലൈസർ. കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങണമെങ്കിൽ രണ്ടെണ്ണം അടിക്കണോളൂ. താങ്ക് യു സർ. സാറ് പറഞ്ഞ സമയത്ത് ഞാൻ വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ഐ എം സാറ്റിസ്ഫൈഡ്. ബാക്കി ഡീറ്റെയിൽസ് നാളെ സംസാരിച്ചാലോ? Why? ബിക്കോസ് യു ആർ അപ്സെറ്റ്. ടേക്ക് റെസ്റ്റ്. നാളെ നമ്മൾ വീണ്ടും കാണുമ്പോഴേക്കും നമ്മൾ പരിചയക്കാരായിട്ടുണ്ടാവും. അപ്പൊ ഈ വെപ്രാളമൊക്കെ മാറും. Oh, okay. Time? 10 a.m. Where do you stay? None of your business. സിസ്റ്ററെ, അപ്പു മരിച്ചനൊക്കെ ഇവിടെ? ദേവരാജ് സാർ പോയ പിറകെ അപ്പു ഒന്ന് ഛർദ്ദിച്ചു. അത് സാരമില്ല, യാത്രയുടെയാ. പോകുന്ന വഴിക്ക് കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി തിന്നപ്പോഴാ ഞാൻ പറഞ്ഞ. ഞാനൊക്കെടാ. അതെ, അതാ അച്ഛനും പറഞ്ഞ. ഞങ്ങൾ ഇച്ചിരി ഇഞ്ചിനീര് ഇടിച്ചു പിഴിഞ്ഞു കൊടുത്തു. അത് കുടിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിച്ചപ്പോ വീണ്ടും ഒന്നുകൂടി ഛർദ്ദിച്ചു. അതിലൊരിത്തിരി എന്നതാ സിസ്റ്ററെ? ഇത്തിരി ബ്ലഡ് ടിഞ്ച് ഉണ്ടായിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് അച്ഛൻ പറഞ്ഞേ. അപ്പുന് ടോൺസിലൈറ്റിസ് ഉണ്ടായിരുന്നോ? ICU എവിടെ? ദേവരാജ, നീ എന്തോ നീ കാണിക്കുന്നത്? എന്നാ പറയിച്ച എന്റെ കുഞ്ഞിന് എന്നാ പറ്റി? പതുക്കെ പറയാം, ഡോക്ടർ ഒന്ന് വന്നോട്ടെ. നീ കിടന്ന് വെപ്രാളപ്പെടാതെ. കുട്ടിയുടെ ഫാദറാ ഡോക്ടർ നിസാർ. പ്ലീസ് കം വിത്ത് മീ. ചെല്ലേ. ദേവരാജിന്റെ വീട് കേരളത്തിലായ സ്ഥിതിക്ക് ട്രീറ്റ്മെന്റിന് ഇവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല. ബട്ട് യു ആർ അലോൺ ഹിയർ. കുട്ടിക്ക് അടുപ്പമുള്ള ആരെങ്കിലും കൂടെ വേണം സഹായത്തിന്. സി, ആസ് എ പ്രൊഫഷണൽ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് കള്ളം പറയാറില്ല. സ്ഥിതി അല്പം മോശമാണ്. ഇൻക്യൂറബിൾ എന്ന് ഞാൻ പറഞ്ഞില്ല. There are treatments. It's better that you go to the RCC, Trivandrum. ഹോസ്പിറ്റലിന്റെ പേര് കേട്ട് ഭയപ്പെടണ്ട. മെഡിസിൻസ്, മോഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എല്ലാം ഡേ ബൈ ഡേ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുവിനെ സംബന്ധിച്ച് നോക്കിയാൽ ബയോപ്സി പോലുള്ള ഡീറ്റെയിൽ ടെസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. എങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് ഒബ്സർവേഷൻ പറഞ്ഞ ചാൻസസ് ആർ ഹൈ, വെരി ഹൈ. ഭേദപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. How much? I beg your pardon? അപ്പു രക്ഷപ്പെടാനുള്ള ചാൻസസ് എത്രയാണെന്ന്? എത്ര %? ദേവരാജ, ആയുസിന്റെ കണക്കാ നീ ഡോക്ടറോട് ചോദിക്കുന്നത്? ഇതൊക്കെ അവരുടെ കയ്യിലാണോ? ഡോക്ടർ പറയട്ടെ. 50-50. ഞാൻ ഒരുപാട് ആലോചിച്ചു. നിനക്ക് പിടിക്കില്ലെന്ന് വെച്ച്
പറയേണ്ടത് പറയാതിരുന്നാൽ ശരിയാവില്ല. അപ്പൂന് വേണ്ടിയല്ലേ? മോശപ്പെട്ട ഒന്നും അറിയിച്ചാൻ പറയില്ലെന്നറിയാം. ഇതിത്തിരി മോശപ്പെട്ടതാണ് എന്ന് നിനക്ക് തോന്നാം. പക്ഷെ എനിക്കങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് പറയുന്നത്. നന്ദുവിന് വിവരം അറിയിക്കണം. നന്ദു വരട്ടെ, ഇത് അവളുടെയും കുഞ്ഞല്ലേ. ഡോക്ടറോട് ഞാൻ ചോദിച്ചു. RCCയിലെ ചികിത്സക്കെല്ലാം കൂടി മിനിമം 2-3 ലക്ഷം രൂപ വരും. അത് മിനിമം. കാര്യത്തിലെടുക്കുമ്പോൾ തുക കൂടാ. ഇനി മിനിമത്തിൽ നിന്നാലും അതിന് കാശെവിടെ? എന്നെ നിന്നെ കണ്ടിട്ട് അദ്ദേഹം RCC സജസ്റ്റ് ചെയ്തത്. കൈ കാശുണ്ടെങ്കിൽ ഈ രോഗത്തിന് വിദേശ ചികിത്സയാണ് നല്ലത്. ദേവരാജ, ധർമാശുപത്രി കിടക്കണവനല്ല അപ്പു. ഹീസ് റിച്ച്. കോടീശ്വരയായ അമ്മയുടെ ഏക മകൻ, മാധവൻ തമ്പിയുടെ കൊച്ചുമോൻ. പാങ്ക്രിയാസിലൊരു ചെറിയ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ സായിപ്പിനത് പുല്ല. ചുമ്മാ ഒരു മുള്ളെടുത്ത് മാറ്റുന്ന പണിയേ ഉള്ളൂ അവർക്ക്. പക്ഷെ ചക്രം വേണം. അത് നിന്റെ കയ്യിലില്ല, എന്റെ കയ്യിലുമില്ല. എന്നാൽ നന്ദുവിന്റെ കയ്യിലുണ്ട്. ദേവരാജ, നമ്മുടെ അപ്പു രക്ഷപ്പെടാനുള്ള ചാൻസ് 50-50 അല്ല, 100% ആണ്. നീയായിട്ട് അതിന് ഇടങ്കോൽ ഉണ്ടാക്കരുത്. അവള് കൊണ്ടുപോട്ടെ അവിടെ കൊച്ചിനെ. അവൻ ആയുസോടെ ഇരിക്കുന്നത് നമുക്ക് ദൂരെ നിന്നെങ്കിലും കാണാമല്ലോ. അച്ഛൻ ആലോചിക്കുന്നതിന് മുമ്പേ ഞാനത് മനസ്സിൽ ഉറപ്പിച്ച കാര്യ. പക്ഷേ കണ്ടീഷൻസ് വെക്കാതെ ദേവരാജ, ഞാൻ ഇപ്പൊ തന്നെ നന്ദുവിനെ വിളിക്കാം. നന്ദുവിനെ വിളിക്കണം. വിളിക്കുന്ന വരീച്ചന്ദ്രന്റെ ആകം വേണം. നന്ദു വരും. അപ്പൂനെ കൊണ്ടുപോകും. ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സ അവന് കൊടുക്കും. അപ്പൂനെ നമുക്ക് ജീവനോട് കിട്ടുകയും ചെയ്യും. മതി. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ജോലി ചെയ്തു തീർക്കാനുണ്ട്. എന്താ? സാധാരണ ജോലിയല്ല, ഒരു തന്തയുടെ കടമ. ചട്ടനും മോനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഏത് ഡോക്ടർ ആയുസ് നീട്ടിട്ട് കൊടുത്താലും അപ്പൂൻ എന്ത് പ്രയോജനം അറിയിച്ച? മേർഡർ വിറ്റ്നസ് ആണ് അവൻ. കൊന്നുകളയവര്. എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ലോറി വിറ്റും ഡോക്ടർമാരുടെ കാല് പിടിച്ചും സാമ്പിൾ മരുന്ന് കൊടുത്തും പാതി മുക്കാലുമായിട്ട് എന്റെ മോനെ കൊല്ലുക. എന്നിട്ട് എന്റെ മകൻ എന്റെ കൈ കിടന്നാണ് മരിച്ചെന്ന് സെന്റിമെന്റ്സ് പറയുക. ഏതാ രണ്ടാമത്തെ ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷൻ അല്ല, ഡിസിഷനാ. എന്താ അത്? ചട്ടനെ മോനെ ഞാൻ കൊല്ലും. രണ്ടും ചത്തെന്ന് ഉറപ്പായ ഞാൻ വറീച്ചനെ വിളിക്കും. എന്റെ സ്ഥാനത്ത് നിന്ന് ബാക്കിയെല്ലാം ചെയ്ത് തീർത്തേക്കണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുന്നത് ബിബ്ലിക്കലല്ലേ വറീച്ച? അതിലെന്താ തെറ്റ്? സംസാരിച്ചത് മതി. നീ ഇപ്പൊ ദേവരാജനല്ല, ഡ്രാക്കുളയാ. പഴയ ഡ്രാക്കുള ദേവരാജൻ. He chose the right man. Dracula, the prince of darkness. അന്ധകാരത്തിന്റെ രാജകുമാരൻ. ഞാൻ കൊന്നില്ലെങ്കിലും മറ്റാരെങ്കിലും അത് ചെയ്യും. ആ പണം വാങ്ങി അപ്പനെ രക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? ഡ്രാക്കുള, ദി പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ആ പണം ഒരു തെറ്റാണോ റീച്ച? ഏത് പണം? 2 lakhs അഡ്വാൻസ്, ബാക്കി 3 lakhs ജോലി കഴിഞ്ഞ്. അവളുടെ മരണം ഡോക്ടേഴ്സ് സ്ഥിരീകരിക്കണം. റിഗർ മോർട്ടിസ് ബിഗിൻസ്. മരണാനന്തര ജീർണത തുടങ്ങിയിരിക്കുന്നു. അത്രയും പറഞ്ഞു കിട്ടിയാൽ മതി. യു ഗോട്ട് ഇറ്റ്? ആരാണ് ഈ അവൾ? അവൾ? അതെന്തിനാണ് ഞാൻ തന്നോട് മറച്ചു വെച്ചത്? ഐ എം എ ബ്ലഡി ഫൂൾ. ഷീ ഈസ് മൈ വൈഫ്. പെണ്ണാണെന്ന് വിചാരിച്ച് അതൊരു ഈസി ടാർഗറ്റ് ആണെന്ന് ധരിക്കണ്ട. അതെന്താ, നിങ്ങളുടെ ഭാര്യ കൊമ്പുണ്ടോ? ഏത് കോപ്പിലെ ടാർഗറ്റ് ആയാലും പെണ്ണല്ലേ, നമുക്ക് നിരത്തി കളയാൻ ചേട്ടാ. ഓ, ചേട്ടാന്ന് വിളിച്ച ആശാൻ ഇഷ്ടപ്പെട്ടില്ലല്ലേ? സ്വന്തം ഭാര്യയെ വെടിവെച്ച് കൊല്ലാൻ ഒരു കൊലയാളി ഏൽപ്പിക്കാം. എന്നിട്ടാണ് അവന്റെ മുമ്പിൽ ഒരു ഫാൾസ് പ്രസ്റ്റീജ്. ഒരുപാട് മസിൽ പിടിക്കല ചേട്ടാ. വിട്ടുകള, റിലാക്സ്. ഫണ്ണി ഫെലോ. മൂന്ന് ബുള്ളറ്റോ? ബാക്കി 3 ബുള്ളറ്റ് എവിടെ? ഓ, 3 ആയിരിക്കും മുതലാളി ലക്കി നമ്പർ അല്ലേ? ആയിക്കോട്ടെ. നെയിം ആൻഡ് ഐഡന്റിറ്റി ഓഫ് ദ വിക്ടിം പ്ലീസ്.